പാകിസ്ഥാന്റെ സൈനിക മേധാവി അസീം മുനീർ അദ്ദേഹം പുതിയ പദവിയിലെത്തിയതിന് ശേഷം, അതായത് ചീഫ് ഓഫ് ഡിഫൻസ് ഫോഴ്സ് എന്ന് പറയുന്ന പുതിയ പദവിയിൽ ഭരണഘടനാ ഭേദഗതി അടക്കം നടത്തിയിട്ടാണ് അദ്ദേഹം ആ പദവിയിലേക്ക് എത്തിയത് എന്നുള്ളത് നമുക്കറിയാമല്ലോ. അപ്പോൾ അതിനുശേഷം അദ്ദേഹം ഇപ്പോൾ ലോക പര്യടനത്തിലാണ്. പല രാജ്യങ്ങളിൽ അദ്ദേഹം കറങ്ങി നടക്കുന്നുണ്ട് പുതിയ പദവിയുടെ തലക്കനവുമായിട്ട്. ഇതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം അമേരിക്കയിലും എത്തുന്നുണ്ട്. അത് വലിയ വാർത്ത നേരത്തെ ആയിരുന്നു. കാര്യം അമേരിക്കയിൽ അദ്ദേഹം പോകുന്നത് നമ്മുടെ ഗസയിൽ പാകിസ്ഥാൻ സൈന്യത്തെ വിന്യസിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടത്തുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് വലിയ വിവാദമായിട്ടുണ്ട്. കാരണം ഗസ എന്ന് പറയുന്നത് മുസ്ലിം ഫലസ്തീനികൾ എന്ന് പറയുന്നത് മുസ്ലിങ്ങളാണല്ലോ. അപ്പോൾ അവരെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് പാകിസ്ഥാൻ സൈന്യം ഇറങ്ങുകയോ, അതാണ് ചോദ്യം. അപ്പോൾ ഇതിനൊക്കെ വലിയ പ്രതിസന്ധി നേരിടുന്ന ഘട്ടത്തിലാണ് അസീം മുനീർ അമേരിക്കയിലോട്ട് ചെല്ലാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം പല രാജ്യങ്ങളിൽ കറങ്ങുന്ന കൂട്ടത്തിൽ ലിബിയയിൽ ചെന്നു. ലിബിയയിൽ ചെന്നിട്ട് അവിടുത്തെ സൈനിക മേധാവി സദാം ഖലീഫ ഹഫ്താർ, ഡെപ്യൂട്ടി കമാൻഡർ ഇൻ ചീഫ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പദവിയുടെ പേര് ലിബിയയിൽ. അപ്പോൾ അദ്ദേഹവുമായിട്ട് കൂടിക്കാഴ്ച നടത്തുന്നു. പാകിസ്ഥാന് ലിബിയ സഹകരണം സംബന്ധിച്ച് വലിയ കരാറുകളൊക്കെ ഒപ്പിടുന്നു. $4 ബില്യൺ ആയുധ കരാറാണ് പാകിസ്ഥാനുമായിട്ട് ലിബിയ ഒപ്പിട്ടിരിക്കുന്നത്. പാകിസ്ഥാനിൽ നിന്ന് $4 ബില്യൺ ആയുധങ്ങൾ ലിബിയ വാങ്ങും എന്നുള്ളതാണ് കരാർ. അപ്പോൾ ഇങ്ങനെ കരാർ ഉറപ്പിക്കാനായിട്ട് പാകിസ്ഥാനെ സഹായിച്ചത് നമ്മുടെ അസീം മുനീറിൻ്റെ ഒരു 1.5 തള്ളാണ്. കാരണം അദ്ദേഹം അവിടെ ചെന്നിട്ട് പ്രസംഗിച്ചത് ഈ ഇന്ത്യയുമായിട്ടുള്ള യുദ്ധമുണ്ടായിരുന്നല്ലോ, ഓപ്പറേഷൻ സിന്ദൂർ. ആ സമയത്ത് ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ ഉപയോഗിച്ചത് 90% തദ്ദേശീയമായിട്ടുള്ള സാങ്കേതിക വിദ്യയാണ് എന്നുള്ളതാണ് അദ്ദേഹം അവകാശപ്പെട്ടത്. കൂടാതെ കുറേ വിമാനങ്ങളുടെ ലിസ്റ്റും പുള്ളി നിരത്തിയിട്ടുണ്ട്. റഫേൽ വിമാനങ്ങൾ, മിറാഷ് 2000, സുഖോയ് 30, MiG-29, ഇത്രയും വിമാനങ്ങൾ. കൂടാതെ അത്രയും വിമാനങ്ങൾ എടുത്തപ്പോൾ ബോണസായിട്ട് ഇന്ത്യയുടെ S-400 അതും കൂടി പാകിസ്ഥാൻ തകർത്തു. അപ്പോൾ ഇതൊക്കെ തകർക്കാനായിട്ട് പാകിസ്ഥാൻ ഉപയോഗിച്ചത് അവരുടെ സ്വന്തം സാങ്കേതിക വിദ്യയാണ് എന്നാണ് അസീം മുനീർ അവകാശപ്പെട്ടത്. ലിബിയ ആവശ്യപ്പെട്ടാൽ, ഇപ്പോൾ അവിടുത്തെ ഡെപ്യൂട്ടി കമാൻഡൻറ്റുമായിട്ടുള്ള ചർച്ചയിൽ, സദാം ഖലീഫ ഹഫ്താറുമായിട്ടുള്ള ചർച്ചയിൽ ലിബിയ എപ്പോഴും ആവശ്യപ്പെടുന്ന അപ്പോൾ ഈ വിദ്യകളെല്ലാം ലിബിയയ്ക്ക് നൽകാമെന്നുള്ളതാണ് അസീം മുനീർ ആ ചർച്ചയിൽ അവർക്ക് കൊടുത്തിരിക്കുന്ന വാഗ്ദാനം. ഇനി നമ്മൾ ഈ പാകിസ്ഥാൻ ഈ പറയുന്നതിൽ അവകാശവാദത്തിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ, ഏത് തരത്തിലാണ് അവർ ഈ അവരുടെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചത്? അതിൻ്റെ ഇടയിൽ മറ്റൊരു വാർത്തയും വന്നിരുന്നു. അസീം മുനീർ കഴിഞ്ഞ ദിവസം അവിടെ പ്രസംഗിച്ചതിനിടയിൽ ഇന്ത്യയുമായിട്ടുള്ള സംഘർഷത്തിനിടയിൽ ദൈവികമായ ഇടപെടൽ ഉണ്ടായതായി കരുതുന്നു. അത് എനിക്ക് അനുഭവപ്പെട്ടു. സത്യമാണ്, ദൈവം സഹായിച്ചില്ലായിരുന്നെങ്കിൽ അസീം മുനീർ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ലായിരുന്നു. ദൈവികമായ ഇടപെടൽ തന്നെയാണ് ഉണ്ടായിട്ടുണ്ടാകുക. കാരണം ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് ആക്രമിച്ച സമയത്ത് അസീം മുനീർ അവിടെ ഉണ്ടായിരുന്നില്ല. പുള്ളി ഏതോ വിദേശ രാജ്യത്തേക്ക് കടന്നു കളഞ്ഞു പ്രാണരക്ഷാർത്ഥം. പിന്നീട് അറിഞ്ഞത് അദ്ദേഹം ഏതോ ബങ്കറിലായിരുന്നു എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ വന്നിരുന്നു. സ്ഥിരീകരിക്കപ്പെട്ടില്ല, ചില രഹസ്യാന്വേഷണ വിവരങ്ങളെ ഉദ്ധരിച്ചു വന്ന വാർത്തകളാണ്. അപ്പോൾ ഇതിൻ്റെ വസ്തുത നമുക്കറിയില്ല. കൂടാതെ ഇന്ത്യ വലിയ രീതിയിൽ അവിടെ ബ്രഹ്മോസ് മിസൈലുകൾ അടക്കം ഉപയോഗിച്ച് വലിയ ആക്രമണം നടത്തിയപ്പോൾ ഇന്ത്യയെ അനുനയിപ്പിക്കണം എന്നാവശ്യപ്പെട്ട് വിവിധ ഗൾഫ് രാജ്യങ്ങൾ, സൗദി അടക്കമുള്ള ഇന്ത്യയുമായിട്ട് സൗഹൃദത്തിലുള്ള വിവിധ മുസ്ലിം ഗൾഫ് രാജ്യങ്ങളോട് വിളിച്ചഭ്യർത്ഥിച്ചത് പാകിസ്ഥാനാണ്. ഷഹ്ബാസ് ഷെരീഫ് പ്രധാനമന്ത്രി, അദ്ദേഹം അത് അക്കാര്യം തുറന്ന് സമ്മതിക്കുകയും ചെയ്തതാണ്. മധ്യസ്ഥ ശ്രമത്തിന് പാകിസ്ഥാനാണ് ശ്രമിച്ചത്. അല്ലെങ്കിൽ ഈ ഇന്ത്യയുമായിട്ട് ചർച്ച ചെയ്യണമെന്ന് അമേരിക്കയോട് ആവശ്യപ്പെട്ടത് പാകിസ്ഥാനാണ് എന്നുപോലും അദ്ദേഹം തുറന്ന് സമ്മതിച്ചതാണ്. അപ്പോൾ എങ്ങനെയാണ് പാകിസ്ഥാൻ്റെ ഈ 90% വരുന്ന സാങ്കേതിക വിദ്യ ഇന്ത്യക്കെതിരെ ഫലപ്രദമായി ഉപയോഗിച്ചത് എന്നുള്ള കാര്യത്തിൽ ഇനിയും വ്യക്തതയില്ല. പാകിസ്ഥാൻ നിരന്തരം അവകാശപ്പെടുന്നത് ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യക്ക് കാര്യമായ നേട്ടമൊന്നും ഉണ്ടായില്ല, സൈനിക വിജയം തങ്ങൾക്കാണ്. അവർ നിരവധിയായ യുദ്ധവിമാനങ്ങളുടെ ലിസ്റ്റ് സഹിതം പ്രസിദ്ധീകരിച്ചുകൊണ്ടാണ് അവകാശവാദം ബലപ്പെടുത്തുന്നത്. പക്ഷേ ഇന്ത്യ ഇക്കാര്യത്തിൽ ഇതുവരെ ഔദ്യോഗികമായിട്ട് ഇന്ത്യയുടെ റഫേൽ വിമാനങ്ങൾ തകർന്നതായിട്ടോ S-400 തകർന്നതായിട്ടോ ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിച്ചിട്ടില്ല. പാകിസ്ഥാൻ അങ്ങനെ അവകാശവാദം ഉണ്ടെങ്കിൽ അക്കാര്യം തെളിയിക്കാനായിട്ട് അവർക്ക് തെളിവുകൾ പുറത്തുവിടാമല്ലോ. പക്ഷേ ഇതുവരെ ഒരു തെളിവുകളും ഇതാണ് ആ രേഖ എന്ന് വിയറ്റ്നാം കോളനിയിൽ ശങ്കരാടി പറയുന്ന ആ ഒരു കൈരേഖയ്ക്കപ്പുറം യാതൊരു രേഖയും പാകിസ്ഥാൻ്റെ കൈവശമില്ല എന്നുള്ളതാണ് വാസ്തവം. ഇനി അസീം മുനീറിനെ സംബന്ധിച്ച് വ്യക്തിപരമായി സന്തോഷിക്കാൻ മറ്റൊരു കാര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം ഈ ലോക പര്യടന കൂട്ടത്തിൽ സൗദി അറേബ്യയിലും ചെന്നു. സൗദി അറേബ്യയിൽ ചെന്നപ്പോൾ അദ്ദേഹം വന്ന സ്ഥിതിക്ക് വെറും കൈയോടെ മടക്കി അയക്കുന്നത് എങ്ങനെയെന്ന് കരുതി സൗദി ഭരണാധികാരി ആ രാജ്യത്തെ പരമോന്നത ബഹുമതി കിങ് അബ്ദുൽ അസീസ് മെഡൽ ഇദ്ദേഹത്തിന് കൈമാറിയിട്ടുണ്ട്, ഇദ്ദേഹത്തിന് സമ്മാനിച്ചിട്ടുണ്ട്.
അപ്പോൾ ഇത് അസാധാരണ സംഗതിയാണ്. കാര്യം ഒരു ഇത്തരത്തിലുള്ള പദവികൾ, പരമോന്നത ബഹുമതികളടക്കം ഏതെങ്കിലും ഒരു രാജ്യത്തെ സൈനിക മേധാവിക്കൊക്കെ കൊടുക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അചിന്തനീയമായ കാര്യമാണ്. സാധാരണഗതിയിൽ ആ രാജ്യത്തിൻ്റെ പ്രതിനിധിയായിട്ട് വരുന്ന പ്രധാനമന്ത്രിക്കോ രാഷ്ട്രപതിക്കോ ഒക്കെ കൊടുക്കുന്നത് മനസ്സിലാക്കാം. പക്ഷേ അവിടുത്തെ സൈനിക മേധാവിക്ക് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകരാജ്യങ്ങൾ കൂടി അംഗീകരിക്കുന്നു. പാകിസ്ഥാൻ്റെ യഥാർത്ഥ സുപ്രീം പവർ എന്ന് പറയുന്നത് അവിടുത്തെ പ്രധാനമന്ത്രിയല്ല, അവിടുത്തെ സൈനിക മേധാവിയാണ് എന്നുള്ളത് കൂടി പരോക്ഷ സമ്മതം കൂടിയാണ് ഇത് എന്ന് മനസ്സിലാക്കണം. പക്ഷേ അസീം മുനീറിനെ സംബന്ധിച്ച് അത്തരത്തിലൊരു അവാർഡ് കിട്ടിയതിൻ്റെ അഹങ്കാരമൊന്നും അദ്ദേഹത്തിനില്ല. അദ്ദേഹം ഇപ്പോഴും ഞെളിഞ്ഞ് നടക്കുന്നുണ്ട്, വലിയ പട്ടാള മേധാവിയാണ് എന്ന തരത്തിൽ. പക്ഷേ ഷഹ്ബാസ് ഷെരീഫിൻ്റെ വലം കൈയായ അല്ലെങ്കിൽ ഷഹ്ബാസ് ഷെരീഫിൻ്റെ പ്രതിരോധ മന്ത്രിയായ ഖ്വാജ ആസിഫ് പോലും ഒരു വിദേശ മാധ്യമത്തിൻ്റെ അഭിമുഖത്തിന് മുമ്പിൽ നിന്ന് ചൂളിപ്പോകുന്നുണ്ടായിരുന്നു. കാരണം അസീം മുനീറിനും പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫിനും തമ്മിൽ ഒരു അഭിപ്രായ വ്യത്യാസം, ഒരു കാര്യം തീരുമാനിക്കുന്നതിൽ ഒരഭിപ്രായ വ്യത്യാസം ഉണ്ടായെന്നിരിക്കട്ടെ, ആരുടെ വാദമായിരിക്കും അവിടെ നടപ്പിലാക്കപ്പെടുക എന്ന് അവതാരകൻ ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് ഉത്തരമുണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ പട്ടാള മേധാവിയാണോ ഏറ്റവും വലിയ അധികാര കേന്ദ്രം എന്ന് ചോദിക്കുമ്പോഴും അദ്ദേഹത്തിന് കാര്യമായ ഒരു മറുപടിയും ഒരു വിശദീകരണവും നൽകാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഇത് പാകിസ്ഥാൻ്റെ ഒരു യഥാർത്ഥ വസ്തുതയാണ്. കാലാകാലങ്ങളായി അവിടെ വന്ന പ്രധാനമന്ത്രിമാർക്ക് ആർക്കും അവരുടെ ഭരണകാലാവധി പൂർത്തിയാക്കാൻ സാധിച്ചിട്ടില്ല. ഇപ്പോൾ നിലവിലുള്ള ഷഹ്ബാസ് ഷെരീഫിന് ഒരുപക്ഷെ സാധിച്ചേക്കും. കാരണം അദ്ദേഹം അസീം മുനീറിന് വേണ്ട എല്ലാവിധ സുഖ സൗകര്യങ്ങളും പദവികളും അദ്ദേഹത്തിനാൽ കഴിയുന്ന വിധം നൽകുന്നുണ്ട്. അപ്പോൾ അസീം മുനീർ ഇവിടെ തൃപ്തനാണ്. അസീം മുനീറിന് അതൃപ്തി ഏതെങ്കിലും തരത്തിൽ ഷഹ്ബാസ് ഷെരീഫ് നീങ്ങുകയാണെങ്കിൽ നാളെ മുതൽ ഷഹ്ബാസ് ഷെരീഫിൻ്റെ കസേരയിൽ അസീം മുനീർ ഉണ്ടാകും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്. അപ്പോൾ ഇനി ഈ പാകിസ്ഥാൻ സേന നേരത്തെ തന്നെ ഇന്ത്യക്കെതിരെ വലിയ ആക്രോശങ്ങൾ ഉന്നയിച്ചതാണ്. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊരു കാര്യങ്ങൾ കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ഇപ്പോൾ ബംഗ്ലാദേശിൽ വലിയ പ്രശ്നങ്ങൾ നടക്കുകയാണല്ലോ. ഇപ്പോൾ അവിടെ പാകിസ്ഥാൻ ഭരിക്കുന്ന പാകിസ്ഥാൻ മുസ്ലിം ലീഗ്, അതിൻ്റെ യുവജന നേതാവ്, അയാളുടെ പേര് കമ്രാൻ സയ്യിദ് ഉസ്മാനി എന്നാണ്. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ ഇന്ത്യക്കെതിരെ വലിയ ഭീഷണി മുഴക്കുകയാണ്. ഈ ബംഗ്ലാദേശിൽ വലിയ പ്രശ്നങ്ങൾ നടക്കുകയാണല്ലോ. അപ്പോൾ ബംഗ്ലാദേശിനെ അസ്ഥിരപ്പെടുത്തുന്ന തരത്തിൽ ഇന്ത്യ അവിടെ ഇടപെടുകയാണെങ്കിൽ, ബംഗ്ലാദേശിനെ സമ്മർദ്ദത്തിന് കീഴ്പ്പെടുത്തുകയാണെങ്കിൽ പാകിസ്ഥാൻ വെറുതെ നോക്കി നിൽക്കില്ല. അദ്ദേഹം പറയുകയാണ്, പാകിസ്ഥാൻ ജനതയും പാകിസ്ഥാൻ്റെ സൈന്യവും പാകിസ്ഥാൻ്റെ മിസൈലുകളും അത്ര ദൂരത്തല്ല എന്നുള്ള കാര്യം ഇന്ത്യ ഓർക്കണം എന്നാണ് അദ്ദേഹത്തിൻ്റെ ഭീഷണി. ഏതെങ്കിലും തരത്തിലൊരു ദുഷ്ടലാക്കോടെ ബംഗ്ലാദേശിനെ നോക്കിക്കാണുകയാണെങ്കിൽ പാകിസ്ഥാൻ സേന അല്ലെങ്കിൽ പാകിസ്ഥാൻ സൈനികപരമായിട്ടുള്ള മറുപടി ഇന്ത്യക്ക് നൽകുമെന്നൊക്കെയാണ് അദ്ദേഹം തള്ളിവിട്ടിരിക്കുന്നത്. ഏതായാലും അസീം മുനീർ വരുന്ന ദിവസങ്ങളിൽ തന്നെ അമേരിക്കയിലേക്ക് ചെല്ലും, ട്രംപിൻ്റെ കാലിൽ വീഴും എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം ഈ ഗസയിലേക്ക് പാകിസ്ഥാൻ സേനയെ അയക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അസീം മുനീറിൻ്റെ പ്രഖ്യാപിത നിലപാടുകൾക്ക്, പ്രഖ്യാപിത ആദർശങ്ങൾക്ക് വിരുദ്ധമാണ്. ഈ ജിഹാദിനെ അടക്കം തുറന്നു പിന്തുണയ്ക്കുന്നയാളാണ് അസീം മുനീർ. അങ്ങനെയുള്ള അസീം മുനീർ നയിക്കുന്ന സേന അവിടെ പോയി ഇസ്രയേലിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് വേണ്ടിയിട്ട് പലസ്തീനികളെ നിലയ്ക്ക് നിർത്താൻ ശ്രമിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പാകിസ്ഥാനിനുള്ളിൽ വിശദീകരിക്കാൻ ഒരു പക്ഷേ അസീം മുനീറിന് സാധിച്ചെന്നും വരില്ല. അപ്പോൾ അതിനിടയിലാണ് അദ്ദേഹം ഈ ലിബിയയിൽ പോയി ഇജാദി തള്ളും തള്ളി സൗദിയിൽ പോയി അവിടുത്തെ പരമോന്നത ബഹുമതിയും ഏറ്റുവാങ്ങിയത്.